നമ്മുടെ നാട്ടിൽ വളരെ വ്യത്യസ്തമായ തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുത്ത് വിജയിക്കുന്ന ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് കൊച്ചി ഇടപ്പള്ളി സ്വദേശി അബ്ബാസ്. ബാറ്റ് സ്കൂപ്പിംഗ് ആണ് അദ്ദേഹം തൻ്റെ ഉപജീവന മാർഗ്ഗമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് നല്ല അന്താരാഷ്ട്ര നിലവാരത്തിലാണ് അദ്ദേഹം ബാറ്റ് സ്കൂപ്പിംഗ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അബ്ബാസിൻ്റെ ബാറ്റുകൾ കയറ്റി അയക്കുന്നത് ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും UAE-യിലേക്കുമാണ്. എന്താണ് ഈ ബാറ്റ് സ്കൂപ്പിംഗ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും അല്ലേ? നമുക്ക് കണ്ടു നോക്കാം എന്താ ഈ ബാറ്റ് സ്കൂപ്പിംഗ് എന്ന്. ക്രിക്കറ്റ് ബാറ്റ് സ്കൂപ്പിങ്ങിലൂടെ താരമായി മാറിയിരിക്കുകയാണ് കൊച്ചി ഇടപ്പള്ളി സ്വദേശി PS അബ്ബാസ്. ഉപജീവന മാർഗമായി തുടങ്ങിയ ബാറ്റ് സ്കൂപ്പിംഗ് ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തി നിൽക്കുകയാണ്. ഓസ്ട്രേലിയ, കാനഡ, UAE എന്നിവിടങ്ങളിലേക്കാണ് അബ്ബാസ് തൻ്റെ ബാറ്റുകൾ കയറ്റി അയക്കുന്നത്. ബാറ്റുകൾ ഭാരം കുറച്ച് ചെത്തിമിനുക്കുന്ന പ്രത്യേക രീതിയാണ് സ്കൂപ്പിംഗ്. ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളുടെ ചിത്രങ്ങൾ വെട്ടിയെടുത്ത് ചുമരിലൊട്ടിച്ചിരുന്ന കുട്ടിക്കാലത്ത് നിന്നായിരുന്നു അബ്ബാസിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്നത്. അന്നെല്ലാം ക്രിക്കറ്റ് മാത്രമായിരുന്നു അബ്ബാസിൻ്റെ മനസ്സിൽ. സച്ചിനായിരുന്നു പ്രിയപ്പെട്ട താരം. എല്ലാവരും ശ്രദ്ധിക്കുന്ന വലിയ താരമായി മാറണമെന്നായിരുന്നു ആഗ്രഹം. ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും 29-കാരനായ അബ്ബാസ് ക്രിക്കറ്റിനെ കൂടെ കൂട്ടി. നാട്ടിലെ ടൂർണമെൻറ്റുകളിൽ മിന്നുന്ന ഓൾറൗണ്ടർ താരമായിരുന്ന അബ്ബാസിന് കുടുംബം പോറ്റാനായി മറ്റൊരു തൊഴിൽ കണ്ടെത്തേണ്ടി വന്നു. പഠനം പൂർത്തിയാക്കി എറണാകുളത്തെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി തുടരുമ്പോഴും അബ്ബാസ് ക്രിക്കറ്റിനെ മറന്നില്ല. ജോലിക്കിടയിൽ പരിശീലനം നടക്കാതായപ്പോൾ ജോലി ഉപേക്ഷിച്ച് ക്രിക്കറ്റിലേക്ക് തന്നെ തിരിഞ്ഞു. ഉപജീവനത്തിനുള്ള വരുമാനമാർഗം നിലച്ചതോടെയാണ് ബാറ്റ് സ്കൂപ്പിംഗ് എന്ന ആശയം അബ്ബാസിൻ്റെ മനസ്സിൽ ഉദിക്കുന്നത്. ക്രിക്കറ്റിനെ അത്രയേറെ സ്നേഹിക്കുന്ന അബ്ബാസിന് അനുയോജ്യമായ മറ്റൊരു തൊഴിലും ഉണ്ടായിരുന്നില്ല. ബാറ്റ് നമ്മൾ ഇപ്പോൾ ഡയറക്റ്റ് നമ്മൾ കാശ്മീരിൽ നിന്നാണ് ബാറ്റ് വരുത്തല്. ഫുള്ള് നമുക്ക് കാശ്മീരിൽ നിന്നാണ് ബാറ്റ് വരല്. നമ്മൾ തന്നെ സ്കൂപ്പ് ചെയ്തെടുക്കുന്നതാണ് സംഭവം. 2 വർഷത്തോളം ഗുജറാത്തിലായിരുന്ന കാലത്ത് ബാറ്റ് നിർമ്മാണശാലയിൽ നിന്നും സ്കൂപ്പിംഗ് പഠിച്ചെടുത്തു. പിന്നെ സ്വന്തമായി ബിസിനസ് ചെയ്യണമെന്നായി. ഇതിനിടയിൽ സ്വരുക്കൂട്ടിയ സമ്പാദ്യം ഉപയോഗിച്ച് സ്വന്തമായി സ്കൂപ്പിംഗ് യന്ത്രം വാങ്ങി. ഞാൻ ഗുജറാത്ത് പോയിട്ടാണ് സ്കൂപ്പിംഗ് ആദ്യമായിട്ട് കാണുന്നത്. അവിടെ മെഷീനറീസൊക്കെ എനിക്ക് കാണിച്ചു തന്നായിരുന്നു അവിടെ ഒരു ബൈ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സംഭവം കാണുന്നത് ആദ്യമായിട്ട്. എന്നിട്ട് ആൾ തന്നെ എനിക്ക് വേറൊരാളുടെ നമ്പർ തന്നിട്ട്, ജലന്ധറിലുള്ള ആളുടെ നമ്പർ തന്നിട്ട് നമ്മളവരെ വിളിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ മെഷീൻ വരുത്തിയിട്ട് അങ്ങനെ ചെയ്തു. ഇടപ്പള്ളിയിലെ ഒരു കുടുസുമുറിയിൽ വിരലിലെണ്ണാവുന്ന ബാറ്റുകളുമായാണ് തുടക്കം. പ്രതിസന്ധികളിലും തളരാതെ മുന്നോട്ട് പോയ അബ്ബാസ് ഇന്ന് ആഴ്ചയിൽ 150ഓളം ബാറ്റുകളാണ് സ്കൂപ്പ് ചെയ്ത് വിൽക്കുന്നത്. ഇതിനിടയിൽ A6 സ്പോർട്സ് എന്ന ക്രിക്കറ്റ് ബാറ്റുകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനവും ആരംഭിച്ചു. 2000-ഉം 3000-ഉം വില വരുന്ന ബാറ്റുകൾ ദിവസങ്ങൾക്കുള്ളിലാണ് വിറ്റുപോകുന്നത്. 150-ലധികം ബാറ്റുകൾ സ്കൂപ്പ് ചെയ്യാൻ അബ്ബാസിന് 3 ദിവസങ്ങൾ മാത്രം മതി. സ്കൂപ്പിംഗ് ചെയ്യുന്നതും ബാറ്റുകൾ പോളിഷ് ചെയ്ത് നൂലുകൾ കെട്ടി ബലമുറപ്പിക്കുന്നതും എല്ലാം അബ്ബാസ് തന്നെ. സ്കൂപ്പിംഗ് ചെയ്ത ബാറ്റുകളുമായി കളിക്കളത്തിലിറങ്ങി തകർപ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ചാണ് അബ്ബാസ് ബിസിനസ്സിൽ പിടിച്ചുകയറിയത്. ഇന്ന് വിദേശത്ത് നിന്നടക്കമുള്ള മലയാളികൾ അബ്ബാസിൻ്റെ ബാറ്റുകളാണ് തേടുന്നത്. വിദേശത്തേക്ക് കൊറിയർ വഴി ബാറ്റുകൾ അയക്കുന്നതിലൂടെ മികച്ച വരുമാനമാർഗം കണ്ടെത്താൻ അബ്ബാസിന് കഴിയുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒമാനിൽ നിന്നാണ് ഓർഡർ വന്നത്. അത് നമ്മൾ ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ ദുബായിൽ നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അത് ഹോൾസെയിൽ ഓർഡർ വന്നേക്കണം. അതൊരു 50 ബാറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ പിന്നെ ഓസ്ട്രേലിയ, കാനഡ, അവിടെ എല്ലാം മലയാളികളാണ് എല്ലാവരും കളിക്കുന്നത്. ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ കൊണ്ട് വേണ്ടതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തുകയാണ് അബ്ബാസ്. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച കൂടുതൽ കൗതുകമുള്ള വിശേഷങ്ങളും കാഴ്ചകളും അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.